Welcome to BSc Main Physics class, Semester 1, Paper 1, Mechanics and Properties of Matter, BSc Main Physics, class number 33, Compound Pendulum, Determination of G. Determination of acceleration due to gravity using compound bar pendulum. And this is for Semester 1, BSc Main Physics, Mechanics and Properties of Matter. And the question is, experimental heading is experimental determination of G using symmetric bar pendulum. Experimental determination of G using symmetric bar pendulum. G is the acceleration due to gravity and it can be measured using a bar pendulum, a compound pendulum. And this is the experimental setup. The figure shows a compound pendulum. In the right side of the page, we see a compound pendulum. A compound pendulum, it is a bar pendulum. Bar pendulum consists of a bar of about 1 meter length, and holes are drilled on the bar, metallic bar, brass bar. Holes are drilled on the rod with a separation 5 centimeter, and we can suspend the pendulum on any of the holes, and period can be determined. And figure shows a graph. Figure shows a graph while we tabulate the points. The graph is drawn by taking length of the pendulum on the x-axis and period t on the y-axis. Two symmetric graphs we obtain, and that we discuss in the course of the class. ഇപ്പോൾ കോമ്പൗണ്ട് പെൻഡുലത്തിൻ്റെ ഒരു പ്രത്യേക കാറ്റഗറിയാണ് ബാർ പെൻഡുലം. ബാർ പെൻഡുലത്തിൻ്റെ ഒരു ബാറാണ്, ഒരു മെറ്റൽ ബാർ, ബ്രാസ് ബാർ അല്ലെങ്കിൽ സ്റ്റീൽ പ്ലേറ്റഡ് ബ്രാസ് ബാറാണ്. അപ്പോൾ അതിൻ്റെ പുറത്ത് അനേകം ഹോൾസ് ഇങ്ങനെ ഡ്രിൽ ചെയ്തിരിക്കും. ഒരു 20 ഹോൾസോളം കാണും. അത് ഇങ്ങനെ 5 സെൻറ്റിമീറ്റർ ഇടവിട്ടാണ് പിന്നെ അത് ആ ബാറിൽ നമ്മൾ തുളച്ചുണ്ടാക്കിയിരിക്കുന്നത്. അത് മാനുഫാക്ചേർഡ് ബാറായിട്ട് നമുക്ക് കിട്ടും. ഏത് ഹോളിലിട്ട് ഇതിനെ ഓസിലേറ്റ് ചെയ്യാം, ഏത് ഹോളിലിട്ട് തലക്കിട്ട് ഓസിലേറ്റ് ചെയ്താൽ പിന്നെ സീറോ, ഇതിന് ഓസിലേഷൻ ഉണ്ടാകത്തില്ല, പീരീഡ് ഇൻഫിനിറ്റി ആകും. ബാക്കി എല്ലാ ഹോളിലിട്ട് നമുക്ക് ഓസിലേറ്റ് ചെയ്യാം. അങ്ങനെ ഓസിലേറ്റ് ചെയ്ത് പീരീഡ് കാണാം. പീരീഡ് നമ്മൾ വൈ ആക്സിലും ലെങ്ത് എക്സ് ആക്സിലും എടുത്ത് ഗ്രാഫ് വരയ്ക്കുകയാണ്. അപ്പോൾ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഒരു എൻ്റെ എ നമ്മൾ മാർക്ക് ചെയ്യണം. ഇപ്പോൾ ടോപ്പ് എൻ്റെ എ നമ്മൾ മാർക്ക് ചെയ്യണം. അപ്പോൾ എയിൽ നിന്ന് ഹോളിലേക്ക്, ഓരോ ഹോളിലേക്ക് 5 സെൻറ്റിമീറ്റർ അകലാണ്. ഇപ്പോൾ ഒന്നാമത്തെ ഹോളിൽ ഇട്ട് നമ്മൾ ഓസിലേറ്റ് ചെയ്യുമ്പോൾ ലെങ്ത് 5 സെൻറ്റിമീറ്റർ ആണ്. രണ്ടാമത്തെ ഹോളിലാണെങ്കിൽ ലെങ്ത് 10 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെ അവിടെ അവസാനം 19ാമത്തെ ഹോൾ അല്ലെങ്കിൽ ലാസ്റ്റ് ഹോൾ ഇടുമ്പോൾ വീണ്ടും ആ ലെങ്ത് നമുക്ക് 95 സെൻറ്റിമീറ്റർ കിട്ടും. അന്നേരം എൻ്റെ താഴെ പോവും. അതൊരു വേറൊരു കാര്യം. അപ്പോൾ എപ്പോഴും ലെങ്ത് അളക്കേണ്ടത് എ എന്നുള്ള, ഇപ്പോൾ ടോപ്പ് എൻ്റെ നമ്മൾ എ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ എ എന്നുള്ള അറ്റം കറങ്ങി താഴെ പോയാലും അവിടെ നിന്ന് തന്നെയാണ് ലെങ്ത് അളക്കേണ്ടത്. അപ്പോൾ നമുക്കതിൻ്റെ ആ എക്സ്പെരിമെൻ്റ് ഒന്ന് നോക്കാം. A bar pendulum is a special type of compound pendulum. It consists of a uniform bar having equally spaced holes drilled along the length. It can oscillate on a horizontal knife edge the period of. A bar pendulum is a special type of compound pendulum. It consists of a uniform bar having equally spaced holes ഡ്രിൽഡ് എലോങ് ദി ലെങ്ത്. ഇപ്പോൾ ലെങ്ത് വൈസായിട്ട് തുല്യകലത്തിൽ ഹോള് ഡ്രിൽ ചെയ്തുണ്ടാക്കിയ ഒരു സ്പെഷ്യൽ ടൈപ്പ് കോമ്പൗണ്ട് പെൻഡുലമാണ് ഈ ബാർ പെൻഡുലം. ദ പീരീഡ് ഓഫ് ദി പെൻഡുലം ഫോർ ഡിഫറെൻറ്റ് ലെങ്ത് ആർ മെഷേർഡ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഹോളിൽ നമ്മൾ സസ്പെൻഡ് ചെയ്തിട്ട് ടൈം ഫോർ 20 ഓസിലേഷൻ നോട്ട് ചെയ്യണം. അതിൽ നിന്ന് പീരിയഡിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. അത്രയേ ഉള്ളൂ. ഒരു സ്റ്റോപ്പ് വാച്ചിൻ്റെ സഹായത്താൽ നമ്മൾ ടൈം ഫോർ 20 ഓസിലേഷൻ അത് നോട്ട് ചെയ്തിട്ട് ആ 20 കൊണ്ട് ആ ടൈമിൽ ഹരിക്കുമ്പോൾ പീരീഡ് കിട്ടും. അപ്പം അങ്ങനെ ഇവിടെ പീരിയഡിറ്റി ഈസ്
കാൽക്കുലേറ്റഡ് മെഷേർഡ് എന്ന് മാത്രമേ പറയുള്ളൂ. നമ്മൾ ചുരുക്കിയാണ് പറയുന്നത്. എ ഗ്രാഫ് ഇസ് ഡ്രോൺ ബൈ ടേക്കിംഗ് ഡിസ്റ്റൻസ് ഓൺ ദി എക്സ് ആക്സിസ് ആൻഡ് പീരീഡ് ഓൺ ദി വൈ ആക്സിസ്. ഓരോ ലെങ്തും എക്സ് ആക്സിലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പീരീഡ് വൈ ആക്സിലും എടുത്ത് ഗ്രാഫ് വരയ്ക്കണം. The shape of the graph is of shape shown in the figure. ഇപ്പം നമ്മൾ നേരത്തെ കണ്ട ഈ ഗ്രാഫാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് കാണാൻ സാധിക്കും ലെങ്ത് വളരെ കുറവാണെങ്കിൽ പീരീഡ് ഇപ്പോൾ കൂടുതലാണ്. ഒരു പ്രത്യേക ലെങ്ത് ചെല്ലുമ്പോൾ പീരീഡ് മിനിമം ആകും. പിന്നെ നടുക്ക് വരുമ്പോൾ പീരീഡ് ഇൻഫിനിറ്റിയാണ്. അതുകൊണ്ട് രണ്ട് ആ ഗ്രാഫുകൾ മേപ്പോട്ട് പോകുന്നത് കാണാം. പിന്നെ 50 കഴിഞ്ഞ് 60 ഇടുമ്പോഴാണ് പുതിയ പീരീഡ് കിട്ടുന്നത്. ഒരു സിമെട്രിക് ഗ്രാഫ് നമുക്ക് കിട്ടും 95 സെൻറ്റിമീറ്റർ വരെയുള്ള ഹോളിട്ട് ഓസിലേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ രണ്ട് സിമെട്രിക് ഗ്രാഫാണ് അപ്പുറം ഇപ്പുറം ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ലെങ്ത് എക്സ് ആക്സിലും പീരീഡ് വൈ ആക്സിലും ലെങ്ത് 5, 10 എക്സെട്ര 50 എക്സെട്ര 95 വരെ നമുക്ക് മാർക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾ പ്രാക്ടിക്കൽ ചെയ്യുന്ന ഒരു കാര്യമാണിത്. The pendulum for time period of pendulum for different length is measured. A graph is drawn by taking distance on the x-axis and period on the y-axis. The graph is of shape shown in the figure. Next point is draw a line ABCD. ആ ABCD എന്നുള്ള ലൈൻ നിങ്ങൾ നോക്കുക. നമുക്ക് ഈ ഗ്രാഫിൽ ഈ ഗ്രാഫിൽ നിന്നാണ് റീഡിങ് ടാബ്ലേറ്റ് ചെയ്യുന്നത്. എത്ര ലൈൻ വേണമെങ്കിൽ ഇതിപ്പോൾ ഹോഴ്സോണായിട്ട് വരയ്ക്കാം. ഓരോരോ പീരീഡിൽ ആ ABCD എന്നുള്ള ലൈൻ നിങ്ങൾ നോക്കുക. അത് രണ്ട് ഗ്രാഫിനെയും കൂടി 4 പോയിന്റിൽ മീറ്റ് ചെയ്യും. ആ എയില് ബിയില് സിയില് ഡിയില് അവിടെയൊക്കെ ഉള്ള ലെങ്താണ് നോട്ട് ചെയ്യേണ്ടത്. അതൊരു പർട്ടിക്കുലർ പീരീഡിലാണ്. അതിന് താഴെ ലൈൻ വരയ്ക്കാം, മുകളിൽ ലൈൻ വരയ്ക്കാം. അങ്ങനെ നമുക്ക് ഓരോ ലൈനും ഈ ഗ്രാഫിനെ 4 പോയിന്റിൽ മീറ്റ് ചെയ്യും. ആ പോയിന്റുകളുടെ ദൂരമാണ് നോട്ട് ചെയ്യേണ്ടത്. അത് ഒരു പ്രത്യേക പീരീഡിന്, ഓരോ പീരീഡിനും ഇങ്ങനെ 4 പോയിന്റ് ഡിസ്റ്റൻസ് കിട്ടും. അതാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. താഴെ ആ മിനിമം പീരീഡിൻ്റെ 2 പോയിന്റ് ഉണ്ട്, UFും അതും നോട്ട് ചെയ്യണം. അത് മിനിമം പീരീഡിൻ്റെ പോയിൻ്റാണ്. അപ്പോൾ ഏത് പീരീഡിനും നമുക്ക് ലൈൻ വരച്ചാൽ 4 പോയിന്റ് കിട്ടും. അപ്പം അങ്ങനെ ആ പോയിന്റുകൾ തമ്മിലുള്ള അകലെ നോട്ട് ചെയ്യും. എങ്ങനെയാണ് നോട്ട് ചെയ്യുന്നത് അത് നമ്മൾ പറയുകയാണ്. ഇവിടെ നോക്കൂ. അപ്പോൾ ഒരു ലൈൻ വരച്ചാൽ ആ ലൈൻ ഗ്രാഫിനെ ABCDയിൽ മീറ്റ് ചെയ്താൽ ആ ഗ്രാഫിൽ നിന്ന് ഡിസ്റ്റൻസ് ACയും BDയും നോട്ട് ചെയ്യണം. ഡിസ്റ്റൻസ് ACയും BDയും നോട്ട് ചെയ്യണം. നോട്ട് ചെയ്താൽ ലെങ്ത് ഓഫ് ദി ഈക്വൽ സിമ്പിൾ പെൻഡുലം അത് കാണുന്നൊരു ഫോർമുലയാണ്. ദ ലെങ്ത് ഓഫ് ദി ഈക്വൽ സിമ്പിൾ പെൻഡുലം ഈസ് ഗിവൺ ബൈ L = AB + BD/2. അങ്ങനെ കാണാം. അതായത് ഓരോ പീരീഡിനും നോട്ട് ചെയ്യണം. ഓരോ പീരീഡിനും നമ്മൾ എയും ബിയും സിയും ഡിയും നോട്ട് ചെയ്തിട്ട് ACയും BDയും നോട്ട് ചെയ്യണം. അപ്പോൾ ഓരോ പീരീഡിനും കറസ്പോണ്ടിങ് ആയിട്ട് ലെങ്ത് AC + BD/2 എന്ന് കണ്ടുപിടിക്കാവുന്നതാണ്. നമുക്ക് ഫോർമുല അറിയാമല്ലോ. ഇക്വിവലന്റ് സിമ്പിൾ പെൻഡുലം ഫോർമുല ഒരു കോമ്പൗണ്ട് പെൻഡുലത്തിൻ്റെ ഈസ് 2.√L/G. ആ ഫോർമുല നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പം അത് സ്ക്വയർ ചെയ്യുമ്പോൾ T² is 4π² L/G. G is 4π² L/T². അപ്പോൾ L അറിയാം, T അറിയാം, G കണ്ടുപിടിക്കുക. Put the value of L in the equation and G is calculated. മറ്റൊരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് ഉള്ളത് ഇതാണ്. ദ പീരീഡ് ഓഫ് കോമ്പൗണ്ട് പെൻഡുലം ഈസ് ഓൾസോ ഗിവൺ ബൈ ദ ഇക്വേഷൻ. ഈ കോമ്പൗണ്ട് പെൻഡുലത്തിൻ്റെ പീരീഡ് കാണാൻ മറ്റൊരു ഇക്വേഷൻ കൂടി ഉണ്ട്. അതെന്താണെന്ന് നോക്കിയേ. ദാറ്റ് ഈസ് T is 2.2K/G. 2.2 നമ്മൾ മിനിമം പീരീഡിൻ്റെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ആ ഗ്രാഫിൽ മിനിമം പീരീഡിനെ കറസ്പോണ്ട് ചെയ്യുന്ന പോയിന്റുകൾ UF ആണ്. EF അകലെ നോട്ട് ചെയ്യുക. EF അകലത്തെ നമ്മൾ 2K എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ആ 2K EF നോട്ട് ചെയ്താൽ
പീരീഡ് കാണുന്ന മറ്റൊരു ഫോർമുലയാണ് ടി ഈസ് 2.√(2k/g), where 2k is EF is a distance that we obtain from the graph, and it is for minimum period. Thus, we can also calculate g from this equation by noting 2k, that is EF. And the question is, how will you determine g at a place using a bar pendulum? Probably a short answer question. That is all with your 33rd lecture on paper 1, Mechanics and Properties of Matter. Thank you.